നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഫോണിൽ ബന്ധപ്പെട്ട ശ്രീലക്ഷ്മി ആരെന്ന ചോദ്യം ഉന്നയിച്ച് കോടതി. ശ്രീലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. അതേസമയം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കം സർക്കാർ ഊർജിതമാക്കി. നടിയെ ആക്രമിക്കുമ്പോൾ ഓടുന്ന വാഹനത്തിലിരുന്ന് പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണെന്നാണ് കോടതിയുടെ ചോദ്യം. സംഭവം നടക്കുന്നതിന് മുൻപും സംഭവത്തിന് ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും കോളുകളും വന്നു. ഇവരെ കേസിൽ സാക്ഷിയാക്കുകയോ ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കുകയോ ചെയ്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ഈ സ്ത്രീ പിന്നീട് സംസാരിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാഡം കൊട്ടേഷൻ തന്നു. ഈ മൊഴിയുള്ള സ്ഥിതിക്ക് ഇവരെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. മാഡം ആരാണെന്നും അന്വേഷണം നടത്തിയിട്ടില്ല. കേസിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ പ്രോസിക്യൂഷൻ ആരംഭിച്ചു. നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാർ അനുമതിക്ക് വേണ്ടി നൽകും. 10 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനാണ് നീക്കം. കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളും ഉടൻ കോടതിയെ സമീപിക്കും. വിചാരണ കോടതി ജഡ്ജിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ നിവേദനം നൽകി. അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ടുകളിൽ പൊരുത്തക്കേടെന്ന് കോടതി. പ്രതികൾ മൊബൈൽ ഫോൺ നശിപ്പിച്ച് കായലിൽ കളഞ്ഞു എന്നാണ് അന്വേഷണ സംഘം മഹസറിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ അന്തിമ റിപ്പോർട്ടിൽ ഫോൺ കണ്ടെത്താൻ അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഇത് രണ്ടും പൊരുത്തപ്പെടുന്നില്ലെന്ന് വിധിയിൽ കോടതി വ്യക്തമാക്കി. ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്നതിലെ വീഴ്ച നേരത്തെ കോടതി വ്യക്തമാക്കിയതുമാണ്. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA-യുടെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീലിൽ രാഹുൽ മാങ്കുട്ടത്തിലിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം സർക്കാരിന്റെ ഹർജി പരിഗണിക്കും. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ഒടുവിൽ ജാമ്യം. 16 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം പൂർത്തിയായതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമാണ് ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി വന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റു കേസുകളിൽ അകപ്പെടാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. വൈകിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും രാഹുൽ മോചിതനായി. ശബരിമല വിഷയം ചർച്ചയാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സർക്കാർ തന്നെ ജയിലിലടച്ചെന്ന് രാഹുൽ ഈശ്വർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീപീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. അന്വേഷണവുമായി സഹകരിക്കാത്തതിനാൽ 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇത്രയും ദിവസത്തിനു ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ 2 തവണ തള്ളിയിരുന്നു. തുടർന്നാണ് ഇന്ന് വീണ്ടും ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. ഈ കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി പാർലമെന്റ് കവാടത്തിൽ കേരളത്തിലെ UDF MP-മാരുടെ പ്രതിഷേധം. സ്വർണ്ണക്കൊള്ള കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ആവശ്യം. അതേസമയം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യുന്ന ബില്ല് അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡായ പാരഡി ഗാനം പാർലമെന്റ് കവാടത്തിലും മുഴങ്ങി. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിലാണ് ഇരുസഭകളിലെയും UDF MP-മാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചത്. ഇപ്പോൾ പുറത്തു വരുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് മാത്രം ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതൊരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് കണ്ടിട്ടുള്ളത്.
സമാനമായി കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നേ മതിയാവൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിൽ പ്രചാരണമാക്കാനാണ് UDF തീരുമാനം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്ത ബില്ലടക്കം 4 ബില്ലുകൾ ഉച്ചയോടെ ലോക്സഭയുടെ അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് ഇന്ന് അവതരിപ്പിച്ചില്ല. തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിച്ചും പദ്ധതിയിൽ 60:40 അനുപാതത്തിൽ സംസ്ഥാന വിഹിതം ഉൾപ്പെടുത്തിയുമുള്ള ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്തുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതിയെ മറ്റൊരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്നു. റാംജി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനിരിക്കുന്ന ബില്ലാണ്. NDA സഖ്യകക്ഷിയായ TDPയുടെ ആശങ്ക പരിഗണിച്ചാണ് ബില്ല് ഇന്ന് അവതരിപ്പിക്കാതിരുന്നതെന്നാണ് സൂചന. അതേസമയം ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. ലോക്സഭയിൽ BJP MPമാർക്ക് വെള്ളിയാഴ്ച വരെ വിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് അവതരിപ്പിച്ച റദ്ദാക്കൽ ഭേദഗതി ബിൽ, SSA ഭേദഗതി ചെയ്തുള്ള വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ല്, ആണവോർജ്ജ സുസ്ഥിര ഉപയോഗ പുരോഗതി ബിൽ എന്നിവ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. 24 ഡൽഹി. ഇനി ഒരു അറിയിപ്പാണ്. വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ കടുവയിറങ്ങിയ പശ്ചാത്തലത്തിൽ പനമരം കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ. പനമരം ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8, 14, 16 വാർഡുകളിലും കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 19, 20 വാർഡുകളിലുമാണ് അവധി. അങ്കണവാടികൾക്കും മദ്രസകളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. നാളത്തെ പരീക്ഷകളും മാറ്റിവെക്കും. കൊച്ചിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി. എറണാകുളം കലൂർ സ്റ്റേഡിയം ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത്. സ്റ്റേഡിയം റോഡ് ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മെട്രോ നിർമ്മാണത്തിന് ഇടയിലാണ് പൈപ്പ് പൊട്ടിയത്. ഇവര് ആരെങ്കിലും ഒരാൾ ഈ പൈലിംഗ് നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ആളുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണോ വേണ്ടയോ ഇവിടെ എത്ര ഡെപ്തിലുണ്ട് പൈപ്പ് എന്നൊക്കെ ഒന്ന് ലേ ഔട്ട് എടുക്കണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും ചെയ്യാതെയാണ് ഈ വർക്ക് നടക്കുന്നത്. കുടിവെള്ളമില്ല ഇവിടെ, ഈ പ്രദേശത്തൊന്നും കുടിവെള്ളമില്ല. എല്ലാ ദിവസവും ഇതുപോലെ പണി ചെയ്ത് പൈപ്പ് പൊട്ടിച്ച് പോവുകയാണ്. എന്നാൽ അത് തിരിച്ച് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വാട്ടർ അതോറിറ്റി വിളിക്കുമ്പോൾ അവിടെ ആരുമില്ല. അവർ ചെയ്യാമെന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് AE വിളിച്ചു പറയുന്നു, AHC വിളിച്ചു പറയുന്നു. ഇവിടെ പരിഹാരം കാണുന്നില്ല. നാട്ടുകാർക്ക് കുടിവെള്ളം വേണ്ട, ഒരു തുള്ളി വെള്ളം ഒരു വീട്ടിലും വരുന്നില്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് NIA. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ സാജിദ് ജാട്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പാക് ഗൂഢാലോചനയെക്കുറിച്ച് പരാമർശിക്കുന്ന കുറ്റപത്രത്തിൽ 7 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ജമ്മു കാശ്മീർ പ്രത്യേക കോടതിയിലാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണം നടന്ന് 8 മാസത്തിനു ശേഷമാണ് കുറ്റപത്രം നൽകുന്നത്. 1597 പേജുള്ള കുറ്റപത്രത്തിൽ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയെയും TRFനെയും പരാമർശിച്ചിട്ടുണ്ട്. ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ സാജിദ് ജാട്ടാണ് മുഖ്യ സൂത്രധാരൻ. ആക്രമണത്തിന് പിന്നിൽ പാക് ഗൂഢാലോചനയെന്നും കുറ്റപത്രത്തിലുണ്ട്. ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വധിച്ച ഭീകരരായ സുലൈമാൻ ഷാ, ഹംസ, ജിബ്രാൻ എന്നിവരാണ് മുഖ്യപ്രതികൾ. ഭീകരർക്ക് വേണ്ട സഹായം ചെയ്തു നൽകിയവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശവാസികൾ ഉൾപ്പെടെ 2000-ഓളം പേരെയാണ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘം ചോദ്യം ചെയ്തത്. പ്രതികളുടെ പങ്ക്, തെളിവുകൾ എന്നിവയും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. വിനോദസഞ്ചാരികളടക്കം 26 പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 24 ഡൽഹി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദനിലെത്തി. ജോർദൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ജോർദൻ സന്ദർശനം. 4 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ആദ്യഘട്ടമായാണ് മോദി ജോർദാനിലെത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രി എത്യോപ്യയിലേക്കും ഒമാനിലേക്കും പോകും. പുകമഞ്ഞിൽ വലഞ്ഞ് രാജ്യ തലസ്ഥാനം. ദൃശ്യപരിധി കുറഞ്ഞത് വ്യോമ ട്രെയിൻ ഗതാഗത സർവീസുകളെ ബാധിച്ചു. ഡൽഹിയിൽ നിന്നുള്ള 100-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ശൈത്യകാലം കടുത്തതോടെ ഡൽഹി പുകമഞ്ഞിൽ മൂടി. പുലർച്ചെ താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി. NCR മേഖലകളിൽ ഉൾപ്പെടെ ദൃശ്യപരിധി കുറഞ്ഞു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നുള്ള 100-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. 4 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. 300-ഓളം വിമാന സർവീസുകൾ വൈകി. നഗരത്തിലുടനീളം ഗതാഗതത്തെയും ട്രെയിൻ സർവീസുകളെയും മൂടൽമഞ്ഞ് ബാധിച്ചു.
ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി 8:30 പുറപ്പെടേണ്ടിയിരുന്ന പ്രധാനമന്ത്രിയുടെ വിമാനം കടുത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് 1 മണിക്കൂർ വൈകി 9:30 പുറപ്പെട്ടത്. വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ഇൻഡിഗോയും എയർ ഇന്ത്യയും അറിയിച്ചു. രാജ്യതലസ്ഥാനത്ത് വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക 500 വരെ രേഖപ്പെടുത്തി. വായു മലിനീകരണം സാധാരണക്കാരെയാണ് ബാധിക്കുന്നതെന്നും മലിനീകരണം നിയന്ത്രിക്കുന്നതിന് സാധ്യമായ നിർദ്ദേശങ്ങൾ മാത്രമേ പുറപ്പെടുവിക്കാവൂവെന്നും സുപ്രീം കോടതി പറഞ്ഞു. വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്. പുകമഞ്ഞുകൂടി കനത്തതോടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സ്കൂളുകൾക്ക് അവധി നൽകി. ക്ലാസുകൾ ഓൺലൈനാക്കണമെന്നാണ് നിർദ്ദേശം. വിനീത വിജി, 24, ഡൽഹി. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡ് കുറിച്ച സ്വർണ്ണവില ലക്ഷത്തിന് തൊട്ടടുത്തെത്തി. രാവിലെ പവന് 600 രൂപയും ഉച്ചയ്ക്ക് 480 രൂപയും കൂടിയതോടെ ഇന്ന് ഒരു പവന് കൂടിയത് 1080 രൂപയാണ്. 99,280 രൂപയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു പവൻ സ്വർണത്തിന്റെ വില. ഡോളറിനെതിരെ റെക്കോർഡ് തകർച്ചയിലാണ് ഇന്ന് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ സാധ്യമാകാത്തതും ഇന്ത്യൻ കയറ്റുമതി തിരിച്ചടി നേരിടുന്നതും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിയുന്നതുമൊക്കെ വിപണികളിൽ പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സ്വർണം, വെള്ളി, ലോഹങ്ങളുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇറക്കുമതിക്കാർ ഡോളർ വാങ്ങിക്കൂട്ടുന്നത് രൂപയ്ക്ക് തിരിച്ചടിയായി. ഡോളറിനെതിരെ 0.3% ഇടിഞ്ഞ് 90 രൂപ 73 പൈസയിലാണ് രൂപ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനമാണ് രൂപ കുറച്ചു നാളുകളായി കാഴ്ചവെക്കുന്നത്. ഈ വർഷം ഇതുവരെ രൂപയുടെ മൂല്യത്തിലുണ്ടായത് 6.03% ഇടിവാണ്. ആഗോള ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ സ്വർണം സുരക്ഷിത നിക്ഷേപമായി തുടരുന്നത് സ്വർണ്ണവിലക്കുതിപ്പിന് കാരണമായി. പവന് 600 രൂപ കൂടി 98,800 രൂപയിലാണ് രാവിലെ സ്വർണ്ണ വ്യാപാരം നടന്നതെങ്കിൽ ഉച്ചയായപ്പോഴേക്കും അത് 480 രൂപ കൂടി ഉയർന്ന് 99,280 രൂപയെന്ന സർവകാല റെക്കോർഡിലെത്തി. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $4,330 ഉയർന്നു. ആഗോള ആഭ്യന്തര വെല്ലുവിളികളെ തുടർന്നുള്ള സമ്മർദ്ദത്തിൽ ഇന്ത്യൻ വിപണികളും ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബിസിനസ് ഡെസ്ക്, 24. പാലക്കാട് വടക്കഞ്ചേരിയിൽ കാട്ടുപന്നി തട്ടി സ്കൂട്ടർ മറിഞ്ഞു. യുവാവിനും 7 വയസ്സുകാരിക്കും പരിക്കേറ്റു. രാത്രി 8 മണിയോടെ വാൽക്കുളമ്പ് പാറച്ചാട്ടം കൊട്ടടി റോഡിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഔദ്യോഗിക പുനർനാമകരണത്തിന്റെയും ഏകീകൃത ലോഗോയുടെയും പ്രകാശനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചു. സർക്കാരിന്റെ വിവിധ സബ്സിഡി പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കേരള ഗ്രാമീൺ ബാങ്ക് വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാകാത്തതെന്ന് ഗവർണർ പറഞ്ഞു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ റിസർവ് ബാങ്ക് ജനറൽ മാനേജർ മുഹമ്മദ് സാജിദ് PK, നബാർഡ് ചീഫ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ അനുമല, കേരള ഗ്രാമീൺ ബാങ്ക് ചെയർപേഴ്സൺ വിമല വിജയഭാസ്കർ, ജനറൽ മാനേജർ പ്രദീപ് പത്മൻ, തിരുവനന്തപുരം റീജിയണൽ മാനേജർ സുബ്രഹ്മണ്യൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം പ്രാദേശിക ഗ്രാമീൺ ബാങ്കുകൾക്ക് രാജ്യവ്യാപകമായി ഒരു പൊതുവായ ബ്രാൻഡിംഗ് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന പേര് കേരള ഗ്രാമീണ ബാങ്ക് എന്ന് പുനർനാമകരണം ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് CPIM. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഫലത്തെ സ്വാധീനിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ജില്ലാ ഘടകങ്ങളിൽ യോഗം ചേർന്ന് തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് ധാരണ. ഇടതുമുന്നണിയുടെ അടിത്തറ ഭദ്രമാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്ന സാഹചര്യമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തിരിച്ചടി ഉണ്ടായെങ്കിലും ജനവിധി സർക്കാരിനെതിരില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയ വോട്ടിംഗ് നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ പകുതി നേടാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് CPIMന്റെ വാദം. ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾ കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയും മുന്നണിക്കെതിരായ ജനവിധിയെ സ്വാധീനിച്ചതായി CPIM കാണുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിൽ BJP ഇതിലും വലിയ നേട്ടമുണ്ടാക്കുമായിരുന്നു എന്നാണ് CPIMന്റെ തിയറി. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്താണുള്ളത്? വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത്. അവർക്ക് ഉണ്ടായിരുന്നു തന്നെ പോവല്ലേ ഇത്. അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂര്.
ന്യൂനപക്ഷ വോട്ടുകൾ എതിരായെന്ന് വിലയിരുത്താനും CPIM തയ്യാറല്ല. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റികൾ ചേരും. ജില്ലാ യോഗങ്ങൾക്ക് ശേഷം ഈ മാസം 27-നും 28-നും ചേരുന്ന സംസ്ഥാന സമിതി ഫലം വിശദമായി വിലയിരുത്തി അന്തിമ നിഗമനങ്ങളിലെത്തും. 24 തിരുവനന്തപുരം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CPI. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് ഒറ്റയാൾ പട്ടാളമായെന്ന് CPI നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. മുന്നണിയിലോ പാർട്ടിയിലോ കൂട്ടായ ചർച്ചകൾ നടക്കുന്നില്ല, വ്യക്തികൾ മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ തിരുത്തപ്പെടുന്നില്ല എന്ന വിമർശനവുമുയർന്നു. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPIയുടെ നേതൃയോഗങ്ങളിൽ ഉയർന്ന പ്രധാനപ്പെട്ട നിഗമനങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിമർശനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയാൾ പട്ടാളത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. മുഖ്യമന്ത്രി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയോ നടപടികളെപ്പറ്റിയോ പാർട്ടിയിലോ മുന്നണിയിലോ സർക്കാരിലോ കൂട്ടായ ചർച്ച നടക്കുന്നില്ല എന്ന വിമർശനമാണ് CPI നേതൃയോഗത്തിൽ ഉയർന്നത്. വ്യക്തികൾ ഇത്തരം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ധാരാളം പോരായ്മകൾ വരും. ആ പോരായ്മകൾ തിരുത്തപ്പെടുന്ന ഒരു സംവിധാനവും നിലവിലില്ല, ചർച്ചയില്ലാത്തതുകൊണ്ട് എന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. CPIയുടെ സംസ്ഥാന നേതൃനിരയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. ഭരണവിരുദ്ധ വികാരം അല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തോൽവിക്ക് കാരണമെന്ന CPIMന്റെ നിഗമനത്തെയും CPI പാടെ തള്ളിക്കളയുന്നു. ഭരണവിരുദ്ധ വികാരം ഏറിയും കുറഞ്ഞുമൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സർക്കാരിന്റെ മുൻഗണനാ ക്രമത്തെ സംബന്ധിച്ച് ഇപ്പോഴും വിമർശനങ്ങൾ താഴെത്തട്ടിൽ ജനങ്ങൾക്കുണ്ട്. സർക്കാരിന്റെ പെൻഷൻ നൽകുന്ന കാര്യം ശരിയാണെങ്കിൽ പോലും മറ്റു ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനത്തിൽ പിന്നിൽ പോരായ്മകളുണ്ട്, അത് തിരുത്തപ്പെടുന്നില്ല. ഇക്കാര്യത്തിൽ CPI ചർച്ച നടക്കണമെന്നാണ് പൊതുവിൽ ഉയർന്ന ഒരു ആവശ്യം. ഇതോടൊപ്പം തന്നെ സർക്കാർ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇല്ല എന്ന CPIMന്റെ നിഗമനത്തെയും CPI തള്ളിക്കളയുന്നുണ്ട്. മതന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കുന്നതിൽ കോൺഗ്രസും UDFും വിജയിച്ചു. അക്കാര്യത്തിൽ കോൺഗ്രസ് ലീഗുമാണ് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. മലബാറിൽ ലീഗ് തന്നെയാണ് ഇത്തരം നടപടികൾക്ക് മുൻകൈയെടുത്തത്. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ പല സംഘടനകളെയും പിന്തുണ ഇത്തവണ കോൺഗ്രസിനും UDFിനുമായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യത്തിലെല്ലാം അതായത് ഇത്തരം തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതൊന്നും കടുത്ത രീതിയിൽ പോകരുത്, നിയന്ത്രണം വിട്ട് പോകരുത് നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുക്കുന്നു. മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പുറത്തേക്ക് പോയാൽ അത് CPI ബന്ധത്തെ ബാധിക്കും, അത് പാർട്ടിയുടെ നിലവിലുള്ള അവസ്ഥയെയും ബാധിക്കുമെന്ന നിർദ്ദേശവും CPI സംസ്ഥാന നേതൃത്വം യോഗങ്ങളിൽ നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കണമെന്ന തീരുമാനമാണ് ഇപ്പോൾ CPI സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഒളിവ് ജീവിതം വൈകാതെ അവസാനിപ്പിക്കുമെന്ന് കോഴിക്കോട് ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാനും താമരശ്ശേരി പഞ്ചായത്ത് നിയുക്ത അംഗവുമായ ബാബു കുടുക്കിൽ. കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. സമരം അക്രമത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നും ബാബു കുടുക്കിൽ 24നോട് പറഞ്ഞു. അവിടെ ഏതോ CCTV പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഗൾഫിൽ സമയത്ത് ഇട്ടൊരു കേസാണ്. അപ്പോൾ ആ കേസ് കൂടി നിലനിൽക്കുന്നുണ്ട്. പിന്നെ 1-2 പെറ്റി കേസുകൾ, ഇപ്പോൾ പിന്നെ വൈതടിയൽ തടഞ്ഞു എന്നുള്ള ഫ്രഷ് കട്ട് കൊടുത്ത കേസുകൾ എന്നാണ് ഇനി നിലനിൽക്കുന്നത്. അത് നാളത്തോട് കൂടിയിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതുകൂടി തീർത്തിട്ട് വാർഡിലേക്ക് ഇറങ്ങി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പിന്നെ അതുപോലെ ഒരുപാട് ഒളിവിൽ കഴിയുന്നവരെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അവിടെ ഏതോ CCTV പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഗൾഫിൽ സമയത്ത് ഇട്ടൊരു കേസാണ്. അപ്പോൾ ആ കേസ് കൂടി നിലനിൽക്കുന്നുണ്ട്. പിന്നെ 1-2 പെറ്റി കേസുകൾ, ഇപ്പോൾ പിന്നെ വൈതടിയൽ തടഞ്ഞു എന്നുള്ള ഫ്രഷ് കട്ട് കൊടുത്ത കേസുകൾ എന്നാണ് ഇനി നിലനിൽക്കുന്നത്. അത് നാളത്തോട് കൂടിയിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതുകൂടി തീർത്തിട്ട് വാർഡിലേക്ക് ഇറങ്ങി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പിന്നെ അതുപോലെ ഒരുപാട് ഒളിവിൽ കഴിയുന്നവരെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.